നാട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ചീരച്ചേമ്പിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അത് കാണിച്ചു തരാം, അത് നടിയിൽ കാണിച്ചു തരാം, അതിൻ്റെ തോരൻ കാണിച്ചു തരാം, എന്നാൽ വരി എല്ലാം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചീരച്ചേമ്പ്. കുറേ പേര് ഞാൻ എങ്ങനെ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാലും പറയും ഇത് ചേമ്പാണ്, ഇത് ചീരച്ചേമ്പാണ്. ഇത് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീര വർഗത്തിൽപ്പെട്ടാണ്, ചീരകളുടെ രാജാവായത്. ചേമ്പ് വർഗത്തിൽപ്പെട്ടതല്ല, പക്ഷെ ആകൃതി കണ്ടാൽ ഒറിജിനൽ നമുക്ക് ചേമ്പാന്ന് തന്നെ തോന്നും. നമ്മൾ ചേമ്പിൻ്റെ എൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെ നോക്കി, ചീരച്ചേമ്പിൻ്റെ ഒരു വലിപ്പം, ഇലൻ്റെ വലിപ്പം നോക്ക് ഇവിടെ ഇതൊക്കെ നോക്ക്. ഇവർക്ക് മഴക്കാലം പെരുന്നാളാണ് ചീരച്ചേമ്പിന്. എന്ത് ഉഷാറിലുണ്ടാവുമെന്നറിയോ? വെട്ടി കൊടുക്കും തോറും ഇതുണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതിൻ്റെ അതൊക്കെ ചീരച്ചേമ്പാണ്. ഇത് ഞാൻ ഒറിജിനൽ ചേമ്പ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട് ഒറിജിനൽ ചേമ്പ്. ഇതാണ്, ഇതിൻ്റെ ഇടയിലൂടെ ഒറിജിനൽ ചേമ്പും ഉണ്ട് കേട്ടോ. ഒറിജിനൽ ചേമ്പും ഉണ്ട്. ഞാൻ വെട്ടി കാണിച്ചു തരാം. ഇതാണ് ഒറിജിനൽ. ഇതിൻ്റെ കളർ നോക്ക്, ഇതിൻ്റെ കളറൊന്ന് വേറല്ലേ. ഇതാണ് ഒറിജിനൽ. ഇത് നോക്ക്, ഇതാണ് ചീരച്ചേമ്പ്. വ്യത്യാസം കണ്ടോ? എത്ര വ്യത്യാസം ഉള്ളൂല്ലേ. ഇതിനൊരു കടും പച്ച, ഇതിന് വേറെ ഒരു തത്തപ്പച്ച മോഡല്. ഇത് കഴിച്ചാൽ ചൊറിയും. ഇത് കഴിക്കും പോലെ, ഇത് വെക്കും പോലെ വെച്ചില്ലെങ്കിൽ ഇത് ചൊറിയും. പക്ഷേ ഈ ചീരച്ചേമ്പ് ചൊറിയൂല, നല്ല ടേസ്റ്റുമാണ്. ചീരച്ചേമ്പിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെയാ ചീരച്ചേമ്പിൽ പോയി വാങ്ങും, അത്രക്കും ഗുണങ്ങളാണ്. ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നറിയോ? രോഗപ്രതിരോധ ശേഷി കൂട്ടും. ഇതിൽ വൈറ്റമിൻ സി, എ ധാരാളം അടങ്ങിയത് കൊണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടും. പിന്നെ നമുക്ക് ഹൃദയാരോഗ്യം കൂട്ടുന്നുണ്ട്. ഹൃദയാരോഗ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഇത് നിയന്ത്രിക്കും. പിന്നെ ദഹന സംബന്ധമായ ഒരു അസുഖവും ഉണ്ടാവില്ല. കാരണം അതിൽ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള നാര് ഉള്ളത് കൊണ്ട് പിന്നെ സുഗമമായിട്ട് ദഹനം നടക്കും. അപ്പം ദഹന സംബന്ധമായ അസുഖങ്ങളൊന്നും ഇതുണ്ടാവില്ല. പിന്നെ ഇത് വിളർച്ച, ഇതിൽ അയണിൻ്റെ ധാരാളം അടങ്ങിയത് കൊണ്ട് വിളർച്ച ഉണ്ടാവില്ല. പിന്നെ എല്ലിനും പല്ലിനും ഒക്കെ ശക്തി കിട്ടും. ഇതിൽ ഫോസ്ഫറസ്, കാൽസ്യം എല്ലാം ധാരാളം ഉള്ളത് കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കുന്നത് മഴക്കാലത്ത് നല്ലതാണ്. മഴക്കാലം ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, എല്ല് പൊട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിനൊക്കെ ഇത് നല്ലതാണ്. ഞാനിത് ദിവസം ഇങ്ങനെ ഓരോരുത്തർ കൊടുക്കും, ഞാൻ കഴിക്കും. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. നഴ്സറി പോയിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം എനിക്ക് കിട്ടിയത് ഒരു വീട്ടിൽ നിന്നാണ്. അപ്പം നഴ്സറിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയാം. ചില നഴ്സറിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് ആഹാര യോഗ്യം എന്ന് എങ്ങനെയാണെന്നറിയോ? ഈ തണ്ടും ഈ ഇലയും ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുക്കുക. അടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങ് വെട്ടിയെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതും കഴിക്കാം, അതും കഴിക്കാം. പിന്നെ ഇത് മാത്രം നമ്മൾ കറി വെക്കുകയാണെങ്കിൽ കുമിലില്ല, കൂണ്, അത് കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റില്ല. ഇത് മാത്രമാകുമ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റ് ചേമ്പിന് വിത്തുകളുണ്ടാവും. അങ്ങനെ കൊഴിച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം വിത്തുകളുണ്ടാവും. എന്നാൽ ഇതിന് വിത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ പിന്നെ ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കുക എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ ധാരാളം വേരുകളുണ്ടാവും. വേര് വന്നിട്ട് ചുറ്റും ആ വേരിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാവുക. അത് ഞങ്ങൊന്ന് കാണിച്ചു തരാനതാ. ഇതൊക്കെ പെട്ടതാ. അതൊക്കെ ചീരച്ചേമ്പ് ഞാൻ കുറേ ആൾക്ക് പറിച്ചു കൊടുത്ത്, അതുകൊണ്ട് കുറഞ്ഞ് പോയി തൈകൾ ചുറ്റുമുള്ളത്. ഇതൊക്കെ ഇത് ഒന്ന് നട്ടപ്പോൾ ഇത്രണ്ണം വന്ന് ഇവിടെ ഇതൊക്കെ ഇതിപ്പോൾ അടുത്ത് ഞാൻ ഒരാൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ളതാ ഇത്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ? അപ്പോൾ ആ വേരിൽ നിന്ന് ഒന്നിങ്ങോട്ട് അടർത്തിയെടുത്തിട്ട് നമ്മൾ വേറെ നടുക. അപ്പോൾ ഒന്നുകൂടി ശക്തി, നല്ല ഉഷാറിൽ മദർ പ്ലാന്റിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് അപ്പോൾ നല്ല ആരോഗ്യത്തിൽ വളരും. ഇതാണ് എൻ്റെ ചീരച്ചേമ്പിൻ്റെ വിശേഷങ്ങൾ. ഇനി ഞാൻ ഒരു ചീരച്ചേമ്പ് അടിയോടുകൂടി പറിച്ച് ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ തൈ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഇതൊക്കെ തയ്യ. ഞാനൊന്ന് കുറച്ചൊരാളായ തൈ ഇങ്ങോട്ട് എടുക്കട്ടെ. അതിനുള്ള ആയുധങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മഴ ആയതുകൊണ്ടേ വേഗം ഇങ്ങോട്ട് പോയി, അടിയിൽ മണ്ണ് പോയിക്കോളും. ഇങ്ങനെ കത്തി
ഒരു ചീരച്ചേമ്പ്. ഇതാണ് തൈ. വിത്തൊന്നും ഉണ്ടാവില്ല, ധാരാളം വേരാ. ഇനിയിപ്പോൾ ഇതിങ്ങ് ആളായി വരുമ്പോൾ ഇതിൻ്റെ ചുറ്റും തൈകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നടുമ്പങ്ങ് പൊട്ടിച്ച് കളയാം. ഇതൊന്നും വേണ്ട, ഇത് രണ്ടും മതി. ഉണ്ടാവും, വേഗം ഉണ്ടാവും. കണ്ടോ, ഇതിലൊക്കെ കണ്ടോ ധാരാളം വന്ന്. ഞാനിത് നടുന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ചേമ്പിൻ്റെ തൈ ഞാൻ കൊണ്ടുവന്ന് ഞാനൊരു പോട്ടിലാണ് നടുന്നിട്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ആ പോട്ടിന് ഹോൾസ് ഉള്ളൊരു പഴയ പോട്ട്, അതിലൊക്കെ എപ്പം ചെടി നട്ടു മാറിയതാണ്. അപ്പോൾ ഹോൾസ് ഉണ്ട്. ഞാൻ എപ്പം പറയുന്നത് തന്നെ അടിയിലേക്ക് നമ്മൾ കുറച്ച് ചകിരി ഇടും. എൻ്റെ ബെഡ് പൊളിച്ചത് പറയുമ്പോൾ ഞാനും ചിരിക്കും, ഇത് കേൾക്കുന്നവരും ചിരിക്കും. എന്നിട്ട് ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. ഞാൻ ഞാൻ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് മണ്ണ് കളിക്കുക, ഒന്നും ആവില്ല, അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇടുന്നത് എൻ്റെ ചക്കമടലിൻ്റെ പിന്നെ മൂപ്പെത്താത്ത ചക്കമടലുണ്ട്, അതിൻ്റെ കുരു ചവിണിയൊക്കെയാണ്. അതൊക്കെ മുളച്ച് വരൂല. പിന്നെ നല്ലൊരു വളമാണ്, നല്ല ജൈവ വളമാണ്. ഇതൊക്കെ നമുക്ക് വലിച്ചെറിയാതെ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഓരോ ജീവികൾ, ഈച്ച, കൊതുക്, പാമ്പ്, പെരിച്ചായി, എലി ഒക്കെ ഉണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിങ്ങോട്ട് നമ്മളെ പോട്ടിലിട്ട് നിറച്ച് മണ്ണ് നിറച്ചാൽ പെട്ടെന്ന് കമ്പോസ്റ്റും ആവും, നമുക്ക് നല്ല വളം കിട്ടി, വീടും പരിസരവും വൃത്തിയായി. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ കുറേ പേര് പറയും ഇപ്പം വീടും പരിസരവും നല്ല വൃത്തിയാണ്, ചപ്പുകളൊന്നും എവിടെയില്ല, പുല്ല് എവിടെയില്ല. എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഇതന്നെ എൻ്റെ പരിപാടി. ഇങ്ങനെ തന്നെ ഞാൻ അടുക്കള കുറേ ഞാൻ പിന്നെ വേസ്റ്റ് ബിന്നിൽ പിന്നെ ബയോ ബിന്നിൽ കുറച്ച് ഇടും. കുറേ വലിയ വലിയ മാട്ടിലാണെങ്കിൽ ചക്കമടയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെയാണ്. അപ്പോൾ എൻ്റേത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇഷ്ടം പോലെ പച്ചക്കറി വിളവെടുക്കാനുണ്ട്. അതാണ് എൻ്റെ സന്തോഷം. അത് മടിച്ചായിട്ട് വീട്ടിലിരിക്കുന്നവരില്ലേ, അവർക്കൊക്കെ മടിയൊക്കെ പോയിട്ട് ഇത് ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇട്ടതാണ്. കരിയില കമ്പോസ്റ്റ് ഞാൻ എപ്പോഴും മേൽഭാഗത്തേ ഇടുള്ളൂ. എൻ്റെ കാരണം എന്താ അറിയുമോ, ഇതിൽ ധാരാളം പിന്നെ പച്ചക്കറീൻ്റെ വിത്തുകളുണ്ടാവും. അടുക്കളയിൽ നിന്ന് പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ ഇടുമല്ലോ, അപ്പോൾ അത് മുളക്കും. നല്ല കരുത്തുള്ള ചെടികൾ കിട്ടും നമുക്ക്. വെണ്ട, പച്ചമുളക്, പയർ, തക്കാളി, അതിൻ്റെയൊക്കെ തൈ കിട്ടും. നമ്മൾ നഴ്സറിയിലൊന്നും പോകണ്ട, ഒക്കെ അടിപൊളിയാണ്. ഇവിടെ മഴയാട്ടോ, ഉരുൾപൊട്ടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ. മേപ്പാടി വീണ്ടും ആ ഭാഗത്ത്. ഞാനിപ്പം വയനാട് ജില്ലക്കാരിയാണല്ലോ. വയനാട് ജില്ലയിൽ ഇപ്പം ഇന്ന് നമ്മൾ കേട്ട വാർത്ത എന്താ, തുരങ്കപാത നിർമ്മിക്കുന്നിടത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിഞ്ഞ് ആരൊക്കെ മരിച്ചു എന്തോന്നും ഒരു വിവരമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാണ്ട് എന്താ ചെയ്യുക. അങ്ങോട്ട് ഇനി നടാൻ പോവുക കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇങ്ങനെ അങ്ങ് നട്ടാൽ ഇത് ഉണ്ടാവും. ഇപ്പോഴത്തെ ഗുണം എന്താണെന്നറിയോ, നമുക്ക് പിന്നെ നനയ്ക്കൊന്നും വേണ്ട. ഞാൻ പറയലുണ്ട് എപ്പോൾ, നട്ടിട്ട് നമുക്ക് കിടന്നുറങ്ങിയാലും ഇത് ഉണ്ടാവും. ഇത് ശരിക്കും കിടന്നുറങ്ങിയാലും അതുണ്ടാവും. ഇത് ചീരച്ചേമ്പ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ എത്രയോ ആളെന്നോട് ഇത് കൊറിയർ അയച്ചു തരുമോ, കൊറിയർ എവിടെ ചോദിച്ചിട്ടും കിട്ടാനില്ല എന്നൊക്കെ എത്രയോ ആൾ വേദനയോടുകൂടെ എന്നോട് പറയലുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കൊറിയർ അയക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും രണ്ടാൾക്കും ആണോ, അതെല്ലാവർക്കും ഇത് ആവശ്യമാണ്. നിങ്ങൾ എവിടെന്നെങ്കിലും അന്വേഷിച്ചാൽ അത് കിട്ടും. ഇത് ഒറ്റ ചെടി മതി. ഇത് ഇനി അങ്ങോട്ട് ചുറ്റും തൈകൾ ഇങ്ങനെ വരും, ഇങ്ങനെ നിറയും, വീതിയുള്ള ഇല വരും. നല്ല വിറ്റാമിനുള്ള സാധനമാണ് ഇത്. ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചും കൂടെ ഞാൻ എന്ത് ഇട്ടാട്ടെ, ഇതൊന്നും മുളച്ച് വരികയൊന്നുമില്ല. ഇതൊക്കെ മൂപ്പെത്താത്തതാണ്. ഞാൻ അഥവാ ഇനിയിപ്പോൾ നമ്മൾ ചക്കക്കുരു മുളക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ വലിച്ചൂരിങ്ങ് എടുത്താൽ പോരെ. എന്നാലും നല്ല വലിച്ചൂരിങ്ങ് എടുത്തിട്ട് അവിടെ ഞങ്ങൾ പൊട്ടിച്ചിടുക, നല്ല വള. ഇത് പെരിച്ചായി ഒന്നും മാന്തൂര, അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. അങ്ങനെ വിജയകരമായിട്ട് ഞാൻ ചീരച്ചേമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നു. എൻ്റെ തോട്ടം ഒന്ന് നട്ട് കാണിച്ചു തന്നു. ഇനി ഞാൻ ചീരച്ചേമ്പ് വിളവെടുക്കട്ടെ, എന്നിട്ട് അതിൻ്റെ തോര ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ മഴയത്തേ വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമെന്നു. ഞാൻ ഗ്ലൗസിൻ്റെ പണി കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ ഗ്ലൗസ് ആ സ്പോട്ടിൽ തന്നെ കഴുകിയാലേ നമുക്ക് ഇനി എടുക്കുമ്പോൾ നല്ല വൃത്തിയുണ്ടാവും. ഇതെൻ്റെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അതിൻ്റെ പൈപ്പാണ്, പദ്ധതി വെള്ളമാണ്. അതുകൊണ്ട് പേടിക്കണ്ട, സുഖമായിട്ട് എടുക്കാം. ഞാൻ വിളവെടുക്കട്ടെ കേട്ടോ. നമ്മൾ
എത്ര വിളവെടുക്കുന്നോ അത്രക്കുതുണ്ടാവും. കൂമ്പ് ഇങ്ങനെ നിറയെ വരും. ഒരു ചെറിയൊരു കുടുംബത്തിന് 3 ഇത്ര മതി. ഇതന്നെ ധാരാളം. ഇത് നമ്മൾ എടുത്തില്ലെങ്കിൽ ഇതെന്താവുമെന്നറിയോ? പിന്നെ മൂത്ത് പോകും. മൂത്തതിന് ടേസ്റ്റ് കുറയും. ഏത് ചെടി മൂത്താ ടേസ്റ്റ് കുറയല്ലോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ വിളവെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. എൻ്റെ ആവശ്യത്തിനുള്ളത് ഞാൻ വിളവെടുത്ത് കഴിഞ്ഞു. ഒരു നേരത്തിന് മതിയല്ലോ. അപ്പം ഞാൻ കുറേ പേർക്ക് ഇത് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് അറിയില്ല. അപ്പം ഞാനിത് കട്ട് ചെയ്ത് തോരൻ വെക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് വിളവെടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരത്തിന് കഴിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ചെടിയായി ഇത്. വരി നമുക്ക് തോരൻ ഉണ്ടാക്കാമല്ലോ. ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ. അങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകി അത് തണ്ട് വലിച്ചൂരിയെടുത്തതിൻ്റെ ബാക്കി അത് കേട്ടോ. ഇതങ്ങനെയാണ് വലിച്ചൂരിയെടുത്താൽ കിട്ടുക ലാസ്റ്റ്. അടിയിൽ തണ്ടും എല്ലാം എടുക്കും. ഇതാ ഫുള്ളരിഞ്ഞ് വൃത്തിയാക്കി. ഇനി നമുക്ക് തോരന് വേണ്ടത് പിന്നെ കൂട്ട് ശരിയാക്കണം. അതിനാണിത് തേങ്ങ, കാന്താരി, ഉള്ളി ഞാൻ ചതക്കിയെടുക്കട്ടെ. എന്നിട്ട് ഞാൻ വെളുത്തുള്ളിയിലാണ് വറവിടുന്നത്. ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അത് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ഇനി ഈ അരിഞ്ഞ് വെച്ചതിലേക്ക് അങ്ങിട്ട് ഞാനുണ്ടാക്കുന്ന രീതിയാട്ടോ ഇത്. എനിക്കെന്താ നല്ല ടേസ്റ്റും ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൂടിപ്പോയാൽ പിന്നെ പേടിയാ. പിന്നെ ഇട്ടാലും വേണ്ടിയില്ല. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇത് ചൊറിയൂര കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് ചൊറിയൂരാന്നുള്ളത്. ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞതാ. ഇത് അരിഞ്ഞാൽ കുറേ ഉണ്ടാവും കേട്ടോ. കാരണം തണ്ട് കൂട്ടി അരിയുന്നുണ്ടല്ലോ. ഈ മാസത്തിൽ നല്ല മഴക്കാലമാണല്ലോ. മഴക്കാലത്ത് നമ്മൾ ഇലക്കറി കഴിക്കണമല്ലോ. അതിന് ഫസ്റ്റാത്. പിന്നെ താളെന്ന് പറയും. എന്നോട് ഓരോരുത്തർ പറയും താളാണോ ഇത്? താളിതല്ല കേട്ടോ. താളിതല്ല, അത് വേറെയാ. പിന്നെ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഒരു സൈസ് ഉണ്ട്, അതുമല്ല ഇത് നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന തന്നെ. അത് ഞാൻ അങ്ങനെയൊക്കെ ധരിച്ചിരുന്നു അതാണ് എന്നുള്ള റോഡ് സൈഡ്. അത് ഞാൻ ഇവിടുന്ന് നടക്കാൻ പോകുമ്പോൾ രാവിലെ ഞങ്ങൾ റോഡ് സൈഡിലൊക്കെ മുളച്ച് കാണും. എല്ലാവരും പറിച്ച് കറി വെക്കുന്നുണ്ട്. ഞാനും കൊണ്ടുവന്നിട്ട് അതിൻ്റെ തണ്ടല്ല അതിൻ്റെ കണ്ടോ വേരോടുകൂടി പറിച്ചെടുത്ത് ഇവിടെ നട്ടിട്ടുണ്ട് ഞാൻ. അത് ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതും ഇത് വേറെ അത് വേറെ എല്ലാം വെവ്വേറെയാണ്. ഇനി ഞാൻ തുടങ്ങട്ടെ കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് മൺപാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുക. അതാ എൻ്റെതൊക്കെ പഴമയിലോട്ടാണ് ഞാൻ പോയത്. ചിരട്ടക്കയിൽ മൺപാത്രം, എണ്ണ ഒഴിച്ചു. വെളുത്തുള്ളിയിലാണ് വറവിടുന്നത്. ഇതാ വെളുത്തുള്ളി, തോല് കളഞ്ഞ വെളുത്തുള്ളി ചതക്കിങ്ങെടുത്തതാ. ഒരു ഗോൾഡൻ കളറാവണം എന്നിട്ടാണ് ഇടുന്നത്. നമ്മളെല്ലാം കൂട്ട് റെഡിയാക്കി വെച്ചല്ലോ. ഉപ്പ് വരെ ഇട്ട് ഇനിമേലൊന്നും വേണ്ട. ഇത് ഗോൾഡൻ കളറായിട്ട് അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ ഗോൾഡൻ കളറായി. ഇനി നമുക്ക് ഇതിലിടാം. കുറച്ച് വലിയ ചട്ടി ആയതുകൊണ്ടേ നല്ലോണം വടിച്ചിട്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടിയിട്ടാൽ മതി. എല്ലാം ചേർത്ത് കഴിഞ്ഞതാ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ചീരച്ചേമ്പ് തോരൻ. ഇത് കുറച്ചും കൂടി ഒന്ന് ചെറുതാ, അങ്ങനെ ഒതുങ്ങും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ചീരച്ചേമ്പ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നോക്ക്, എന്താ ഭയങ്കര ചൂടാ. ചട്ടിയിൽ അങ്ങനെയാണല്ലോ നമ്മൾ വെച്ചാൽ. ഇനി ഇതും കൂട്ടി അങ്ങ് ചോറ് തിന്നാൽ. അപ്പോൾ എൻ്റെ
ചീരച്ചേമ്പ് എൻ്റെ നട്ടതും ഞാൻ കാണിച്ചു തന്നു, അതുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു തന്നു, അതിൻ്റെ വിളവെടുത്ത് ഞാനിപ്പോൾ തോരൻ ഉണ്ടാക്കിയും കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.